അമേരിക്കയിലെ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലും മിന്നൽ പ്രളയം മഴക്കെടുതിയിൽ 2 മരണം റിപ്പോർട്ട് ചെയ്തു. ചരിത്രത്തിൽ ഇതുവരെയും കാണാത്ത പ്രളയമാണ് ഉണ്ടായതെന്ന് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞു. മിന്നൽ പ്രളയത്തെ തുടർന്ന് ന്യൂജേഴ്സിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. മനു അഖില തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ടെക്സസിന് പിന്നാലെ അമേരിക്കയിലെ ന്യൂജേഴ്സിയിലും ന്യൂയോർക്കിലുമാണ് ഇപ്പോൾ മിന്നൽ പ്രളയം നാശം വിധിച്ചിരിക്കുന്നത്. കനത്ത മഴയിലും പേമാരിയിലും കനത്ത മഴയിലും കൊടുങ്കാറ്റിലും എല്ലാം 2 പേർ മരിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. 21 പേരെ കാണാതായിരുന്നു. ഇവരെ കണ്ടെത്തിയതായും ഭരണകൂടം അറിയിക്കുന്നുണ്ട്. റോഡുകൾ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് റോഡുകളിൽ വാഹനങ്ങൾ കുടുങ്ങിയ 21 പേരെയാണ് ഇപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ളത്. തിങ്കളാഴ്ച വൈകുന്നേരത്തോടെയാണ് ചുഴലിക്കാറ്റും കനത്ത മഴയും ന്യൂയോർക്ക് നഗരത്തെ വെള്ളത്തിലാക്കിയത്. ന്യൂയോർക്ക് നഗരത്തിലെ സബ്വേകൾ ഉൾപ്പെടെ തെരുവുകളും സബ്വേകളും ഉൾപ്പെടെ വെള്ളത്തിലാകുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. മണിക്കൂറിൽ 5 സെന്റിമീറ്ററോളം മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ട്രെയിനുകളിലേക്കും പ്ലാറ്റ്ഫോമുകളിലേക്കും എല്ലാം വെള്ളം ഇരച്ചെത്തുന്ന ഒരു സ്ഥിതിയും ഉണ്ടായിരുന്നു. ഇതോടെ ന്യൂയോർക്ക് സിറ്റി സബ്വേ സംവിധാനമെല്ലാം താറുമാറാവുകയും ചെയ്തിരുന്നു. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനത്തെയും മഴ സാരമായി ബാധിച്ചിരുന്നു. ചില വിമാന സർവീസുകൾ റദ്ദാക്കുകയും ചെയ്തിരുന്നു. റോഡിലേക്ക് വെള്ളം ഒഴുകിയെത്തിയതോടെ വാഹന ഗതാഗതവും സ്തംഭിച്ചു. ഇതേ തുടർന്ന് ന്യൂജേഴ്സിയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ചരിത്രത്തിൽ ഇതുവരെയും കാണാത്തത്രത്തോളം ഒരു പ്രളയമാണ് ഉണ്ടായതെന്നാണ് ന്യൂജേഴ്സി ഗവർണർ ഫിൽ മർഫി പറഞ്ഞിരുന്നത്. ന്യൂജേഴ്സിയിലെ പ്രധാനപ്പെട്ട റോഡുകൾ പലതും ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. വീണ്ടും കൊടുങ്കാറ്റിന് സാധ്യതയുള്ളതിനാൽ വടക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലും ഫ്ലോറിഡയിലും ഇപ്പോൾ മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ജാഗ്രത പാലിക്കണമെന്നാണ് നാഷണൽ വെതർ സർവീസ് നൽകുന്ന നിർദ്ദേശം. ടെക്സസിൽ മിന്നൽ പ്രളയം ബാധിച്ചതിന് ശേഷം ഏകദേശം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് അമേരിക്കയിൽ വീണ്ടും ഇത്തരത്തിൽ കനത്ത മഴയും കൊടുങ്കാറ്റും തുടരുന്നത്. അമേരിക്കയിലുടനീളം 200ഓളം പ്രദേശങ്ങളിലാണ് മിന്നൽ പ്രളയം ബാധിച്ചിട്ടുള്ളത്. ഈ മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ച അമേരിക്കയിലെ ടെക്സസിൽ ഇതുവരെ 131 പേർ മരിച്ചതായാണ് റിപ്പോർട്ടുകളുള്ളത്. ടെക്സസിൽ പ്രളയം നാശം വിതച്ച മേഖലകളിലെല്ലാം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിക്കുകയും അധികൃതരുമായി സംവദിക്കുകയും നാശനഷ്ടങ്ങൾ നേരിട്ട് വിലയിരുത്തുകയും ചെയ്തിരുന്നു. പ്രളയം ഏറെ നാശം വിതച്ച കെയർ കൗണ്ടിയിലാണ് ട്രംപ് സന്ദർശനം നടത്തിയത്. അവിടെ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തുകയും ഈ ദുരന്തബാധിതരുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ടെക്സസിൽ കാണാതായവർക്കായുള്ള തിരച്ചിലുകൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് അമേരിക്കയിൽ വീണ്ടും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിലും പ്രളയ സമാനമായ സാഹചര്യം ഉണ്ടാവുമെന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കുന്നത്.